മാർക്കറ്റ് ഒരു ബുൾ റണ്ണിന് തയ്യാറെടുക്കുമ്പോൾ നൂറുകണക്കിന് ചാർട്ടുകളും റിപ്പോർട്ടുകളും അനലൈസ് ചെയ്തതിനു ശേഷം വരുന്ന ആഴ്ചയിലെ ഒരു സ്ട്രോങ് മൂവ്മെന്റ് കാണിക്കാൻ സാധ്യതയുള്ള 5 സ്റ്റോക്കുകൾ ഞാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് റാൻഡമായിട്ട് എടുത്ത പേരുകളല്ല, മികച്ച ഗ്രോത്തും സ്ട്രോങ് പെർഫോമൻസുമുള്ള കമ്പനികൾ ഒരു ബുൾ റണ്ണിന് ഏറ്റവും നല്ല പൊസിഷനിലായിരിക്കാം. അപ്പൊ നമ്മൾ നേരെ അനാലിസിസിലേക്ക് കിടക്കാം. ഈ വീഡിയോയിൽ നമ്മൾ മാർക്കറ്റിനെ വാച്ച് ചെയ്യുകയല്ല, അതിന്റെ ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്തുകയാണ്. ആദ്യം എന്തുകൊണ്ടാണ് വരുന്ന ആഴ്ച ഒരു ബുള്ളിഷ് വീക്ക് ആകാൻ സാധ്യതയെന്ന് കാണിക്കുന്ന മെയിൻ സിഗ്നലുകൾ ഞാൻ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 5 കമ്പനികളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഇവയെല്ലാം നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യലും സ്ട്രോങ് ടെക്നിക്കൽ സെറ്റപ്പുകളുമുള്ള സ്റ്റോക്കുകളാണ്. വലിയൊരു ഔട്ട്ബ്രേക്കിന് കാരണമായേക്കാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാൾ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ഓരോ സ്റ്റോക്കും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പ് വരുന്ന ആഴ്ചയെ കുറിച്ചുള്ള ഒരു ബുള്ളിഷ് ഔട്ട്ലുക്കിന് പിന്നിലെ വൈ നമുക്ക് മനസ്സിലാക്കാം. ബ്രോഡ് മാർക്കറ്റ് വളരെ ക്ലിയർ ആയ ചില സിഗ്നലുകൾ തരുന്നുണ്ട്. പ്രധാന ഇൻഡെക്സുകൾ നോക്കുമ്പോൾ ഒരു ബ്രേക്ക്ഔട്ട് സ്റ്റേജ് സെറ്റ് ആവുന്നത് നമുക്ക് കാണാൻ കഴിയും. റീസെന്റ് സെഷനുകളിൽ മാർക്കറ്റ് നല്ല സ്ട്രെങ്ത് കാണിച്ചു. നിഫ്റ്റി പുതിയ റെക്കോർഡ് ഹൈ ലെവലിലെത്തി. ഒരു സാധാരണ റാലിയായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല. കോർപ്പറേറ്റ് ഏർണിംഗ്സിനെ കുറിച്ചിട്ടുള്ള ഒപ്റ്റിമിസവും ബ്രോഡ് ബേസ്ഡ് ബൈയിങ്ങും നൽകിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു അത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബൈയിങ് എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഓട്ടോ മെറ്റൽ സ്റ്റോക്കുകളാണ് മുന്നിലുള്ളത്. നല്ല സ്ട്രെങ്തും മൊമെന്റവും ഇവ കാണിക്കുന്നുണ്ട്. ഇവ നമ്മളോട് പറയുന്നത് ഒരു എക്കണോമിക് എക്സ്പാൻഷന്റെ എഞ്ചിനായിട്ടുള്ള സൈക്ലിക്കൽ സെക്ടറുകൾ വീണ്ടും പവറിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിനു പുറമെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് സ്ട്രോങ് സപ്പോർട്ട് കാണിക്കുന്നുണ്ട്. ഇത് FIIs നിന്നുള്ള ഏത് സെല്ലിംഗ് പ്രഷറിനെയും അബ്സോർവ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള രീതിയിലുള്ള ഒരു സ്ട്രെങ്ത് ആണ്. ചില ലോങ് ടൈം പൊസിഷനുകൾ ഈ വർഷം മുഴുവൻ മോഡറേറ്റ് സിംഗിൾ ഡിജിറ്റ് റിട്ടേൺ ആണ് പറയുന്നതെങ്കിലും അത് സ്ട്രോങ് ഷോർട്ട് ടേം റാലികളുടെ സാധ്യതയെ ഇല്ലാതാക്കുന്നില്ല. ഇപ്പോഴത്തെ ഡേറ്റ സ്ട്രോങ് ഇൻഡെക്സ് പെർഫോമൻസ്, സൈക്ലിക്കൽ സെക്ടറുകളിൽ നിന്നുള്ള ലീഡർഷിപ്പ്, പോസിറ്റീവ് മാർക്കറ്റ് ബ്രെഡ്ത്ത് ഇവയെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. വരുന്ന ആഴ്ച അത്തരം ബുള്ളിഷ് ഓപ്പർച്യൂണിറ്റികളുടെ ഒരു വിൻഡോ ആയിരിക്കണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു അനുകൂല സാഹചര്യത്തെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന സ്റ്റോക്കുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അപ്പൊ ഈ ബാക്ക്ഗ്രൗണ്ട് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ആദ്യത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. ഒന്നാമത്തെ സ്റ്റോക്ക് RM ട്രിപ്പ് ആൻഡ് സ്പ്രിംഗ്ലർ സിസ്റ്റംസ്. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ സ്റ്റോക്കാണ്. ഇതൊരു ഇൻട്രസ്റ്റിംഗ് കമ്പനിയാണ്. മൊമെന്റവും വാല്യുവേഷനും തമ്മിലുള്ള ഒരു ക്ലാസിക് കേസാണിത്. സ്റ്റോക്ക് റീസെന്റ് പുതിയ 52 വീക്ക് ഹൈയിൽ എത്തിയിട്ടുണ്ട്. അസാധ്യമായിട്ടുള്ള ബുള്ളിഷ് മൊമെന്റം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ വർഷം 100% റാലി ചെയ്ത് ഡബിൾ ആയി മാറിയ സ്റ്റോക്കാണ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റോറി എന്താണ് എന്നുള്ളത് നോക്കാം. RM ട്രിപ്പിന്റെ വൈ അതിന്റെ എക്സെപ്ഷണൽ ഓപ്പറേറ്റിംഗ് പെർഫോമൻസ് ആണ്. കമ്പനിക്ക് 40% മികച്ച റിട്ടേൺ ഓൺ ഇക്വിറ്റി ROE ഉണ്ട്. ഇത് ക്യാപിറ്റൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഫണ്ടമെന്റലി RM ട്രിപ്പ് അതിന്റെ മൈക്രോ ഇറിഗേഷൻ സിസ്റ്റംസിലൂടെ അഗ്രികൾച്ചറും വാട്ടർ മാനേജ്മെന്റും മോഡേണൈസ് ചെയ്യുക എന്ന നാഷണൽ തീമിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. എന്നിരുന്നാലും ഈ ഒരു എക്സ്പ്ലോസീവ് ഗ്രോത്തിന് ഒരു പ്രൈസ് ഉണ്ട്. സ്റ്റോക്ക് ഇപ്പോ 67 മുകളിലുള്ള വളരെ ഉയർന്ന പി റേഷ്യോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. സാധാരണ മാർക്കറ്റ് സ്റ്റാൻഡേർഡ് വെച്ച് ഇത് കാര്യമായ ഓവർ വാല്യൂഡ് ആണ് എന്ന് പലപ്പോഴും പറയാറുണ്ട്. എങ്കിലും ഫണ്ടമെന്റൽ സ്ട്രോങ് ആയതുകൊണ്ട് വാലുവേഷനിലുള്ള ഈ ഒരു ഹൈ തീർച്ചയായിട്ടും ഒരു വലിയ ടെൻഷന് വക തരുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. ചാർട്ട് നോക്കുമ്പോൾ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും ഈ സ്റ്റോറി കൺഫേം ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് സ്ട്രോങ് അപ് ട്രെൻഡിലാണ്. അതിന്റെ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ചില ഇൻഡിക്കേറ്റേഴ്സ് ഒരു വാർണിംഗ് തരുന്നുണ്ട്. RSI 75 ഇത് ഓവർബോട്ട് ടെറിട്ടറിയിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു സൂചന നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഇത് സൂചിപ്പിക്കുന്നത് ഒരു റാലി ഓവർഹിറ്റ് ആവുകയോ അല്ലെങ്കിൽ ഒരു പുൾ ബാക്കോ കൺസോൾട്ടേഷനോ അടുത്ത് തന്നെ ഉണ്ടാകുമെന്ന് കൂടിയാണ്. ചുരുക്കത്തിൽ ഇതൊരു സ്ട്രോങ് ബിസിനസിനുള്ള മൊമെന്റം പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു എൻട്രി പോയിന്റ് നമുക്ക് ഇവിടെ ലഭിക്കാനുള്ള സാധ്യത കൂടി നിലവിലുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ ഹൈ വാല്യുവേഷൻ കാരണം കെയർഫുൾ ആയിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ എൻട്രി പുൾ ബാക്കിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. നല്ലൊരു എൻട്രി പോയിന്റ് എപ്പോഴും നല്ല ഔട്ട്പുട്ടിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ്. ഇനി നമുക്ക് മെറ്റൽ സെക്ടറിലെ ഒരു ഹെവി വെയിറ്റിനെ നോക്കാം. നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക് നാഷണൽ അലുമിനിയം അല്ലെങ്കിൽ നാൽക്കോ. ഈ സ്റ്റോക്ക് റീസെന്റ് പുതിയ 52 വീക്ക് ഹൈ ബ്രേക്ക് ചെയ്തു. ഒരു ലാർജ് ക്യാപ് സ്റ്റോക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. ഇനി മുകളിൽ റെസിസ്റ്റൻസ് ഒന്നുമില്ല. ഈ സ്റ്റോക്കിന് ഒരു ബ്ലൂ സ്കൈ ടെറിട്ടറിയിലേക്ക് പോകാനുള്ള വഴി തുറന്നു വെച്ചിരിക്കുകയാണ്. നിഫ്റ്റി മെറ്റൽ ഇൻഡെക്സ് റെക്കോർഡ് ഹൈയിൽ എത്തിയത് കൊണ്ട് ഒരു സെക്ടർ ടെയിൽവിൻഡ് ആണ് ഇവിടുത്തെ പ്രധാന ഡ്രൈവർ. എന്നാൽ നാൽക്കോ ഈ ഒരു ട്രെൻഡിന്റെ കൂടെ വെറുതെ അങ്ങനെ ഒഴുകി നടക്കുകയല്ല. വാല്യൂവും മൊമെന്റവും ചേർന്ന ഒരു റെയർ കോമ്പോസിഷൻ ആയിട്ട് ഇത് വേറിട്ട് നിൽക്കുകയാണ്. കമ്പനി കംപ്ലീറ്റ്ലി ഡെപ്റ്റ് ഫ്രീ ആണ്. 32% മുകളിലാണ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉള്ളത്. എന്നിട്ടും വെറും 9.92 എന്ന അട്രാക്റ്റീവ് പി റേഷ്യോയിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതിന്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ വളരെ അണ്ടർ വാല്യൂഡ് ആണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടാതെ 3% കൂടുതൽ ഡിവിഡന്റ് ഈൽഡും ഇത് ഓഫർ ചെയ്യുന്നുണ്ട്.
യഥാർത്ഥത്തിൽ എക്സൈറ്റ്മെന്റ് നൽകുന്ന കമ്പനിയുടെ ഫ്യൂച്ചറാണ്. മാനേജ്മെന്റ് 1700 കോടി രൂപയുടെ വലിയ ഒരു കാപാക്സ് പ്ലാനുമായിട്ട് അക്സലറേറ്റ് ചെയ്യുകയാണ്. ഡൊമസ്റ്റിക് അലുമിനിയം സെയിൽസ് 3 ഇരട്ടിയാക്കാനും അലുമിനിയം ഫോയിൽ പോലെയുള്ള വാല്യൂ ആഡഡ് പ്രോഡക്റ്റുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനും അവർ ലക്ഷ്യമിടുന്നുണ്ട്. ടെക്നിക്കലി ബ്രേക്ക്ഔട്ട് വളരെ സ്ട്രോങ് ആണ്. എന്നിരുന്നാലും RSI ഏകദേശം 82 ആയതുകൊണ്ട് സ്റ്റോക്ക് ഹെവിലി ഓവർബോട്ട് ടെറിട്ടറിയിലാണ് നിൽക്കുന്നത്. ഈ ഒരു സ്ട്രോങ് മൊമെന്റം ഇൻസ്റ്റിറ്റ്യൂഷണൽ ബൈയിങ് കൺഫേം ചെയ്യുന്നുണ്ടെങ്കിലും അടുത്ത മുന്നേറ്റത്തിന് മുമ്പ് ഒരു ഷോർട്ട് ടൈം കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഒരു പുൾ ബാക്കോ ഉണ്ടാവാനുള്ള സാധ്യത ഇവിടെയും നമുക്കുണ്ട്. ഞങ്ങൾക്ക് ഒരു സ്ട്രോങ് ബാലൻസ് ഷീറ്റ്, അട്രാക്റ്റീവ് ഗ്രോത്ത് സ്റ്റോറി, വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് എന്നിവ ഒരുമിച്ച് ലഭിക്കുന്ന ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതൊരു മികച്ച ഒരു ബൈയിങ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് ഇവിടെ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റോക്കായിട്ട് നാൽക്കോയെ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിക്കാം. അപ്പൊ 2 സ്റ്റോക്കുകൾ കഴിഞ്ഞു. വളരെ അവിശ്വസനീയമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ ഒരുങ്ങുന്നത് നിങ്ങൾ ഇതിനകം കാണുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഈ അനാലിസിസിൽ നിന്ന് നിങ്ങൾക്ക് ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം, നോട്ടിഫിക്കേഷൻസും ഓൺ ചെയ്ത് വെക്കുക. എല്ലാ ആഴ്ചയും ഇത്തരം ഡീപ് ഡൈവ് വാച്ച് ലിസ്റ്റുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താഴ്ച നിങ്ങൾക്ക് അത് മിസ്സാവില്ല. അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന യെസ് ബാങ്കിന് എല്ലാവർക്കും അറിയാവുന്ന സംഭവബഹുലമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. അതൊരു തിരിച്ചുവരവിന്റെ കഥയാണ്, ഒരു ടേൺ അറൌണ്ട് നരേറ്റീവ് ആണ്. ഈ സ്റ്റോക്കിൽ അടുത്തിടെ 11.4 കോടിയിലധികം ഷെയറുകളുടെ ട്രേഡിംഗ് വോളിയം നമ്മൾ കണ്ടു. അത് വെറും റീറ്റെയിൽ മൂവ്മെന്റ് അല്ല, അതൊരു വലിയ പാർട്ടിസിപ്പേഷൻ ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്രയും ഉയർന്ന വോളിയം കാണുമ്പോൾ പ്രധാന ബയേഴ്സ് വന്നിട്ടുണ്ട് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. നല്ല ലിക്വിഡിറ്റി ഉറപ്പ് നൽകുന്നു. അതായത് നിങ്ങൾക്ക് എളുപ്പത്തിൽ പൊസിഷനുകളിൽ എൻ്റർ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും കഴിയും. ഇത് ഒരു ആക്റ്റീവ് ട്രേഡിങ്ങിന് വളരെ പ്രധാനപ്പെട്ടതാണ്. യഥാർത്ഥ സ്റ്റോറി അതിന്റെ സെക്ടറിലാണ്. ഇന്ത്യൻ ബാങ്കിങ് സെക്ടറിന് 2026 ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണുള്ളത്. മാർജിൻ പ്രഷറിന്റെ ഒരു കാലഘട്ടത്തിന് ശേഷം ഒരു ക്രെഡിറ്റ് ഗ്രോത്തിന്റെ ഒരു പുതിയ തുടക്കം, അതുപോലെ തന്നെ ക്ലീൻ ബാലൻസ് ഷീറ്റുകൾ, സ്റ്റേബിൾ മാർജിനുകൾ എന്നിവയ്ക്കുള്ള പ്രതീക്ഷകളാണ് നമ്മൾ കാണുന്നത്. ജനുവരി 17 വരുന്ന Q3 റിസൾട്ടിൽ യെസ് ബാങ്ക് ലാഭത്തിലും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും നല്ല വളർച്ച റിപ്പോർട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ പ്ലാൻ? നമുക്ക് ഇൻട്രസ്റ്റ് സ്ഥിരീകരിക്കാവുന്ന ഹെവി വോളിയം, പോസിറ്റീവ് സെക്ടർ ട്രെൻഡുകൾ, വരാനിരിക്കുന്ന ഒരു സ്ട്രോങ് ഏർണിംഗ്സ് റിപ്പോർട്ട് എന്നിവയുണ്ട്. ചാർട്ടിൽ യെസ് ബാങ്ക് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. ഏകദേശം 22 രൂപ ഒരു പ്രധാന സൈക്കോളജിക്കൽ ലെവലാണ്. അടുത്ത ഹൈ 24.30 ആണ്. അടുത്ത ആഴ്ച നമുക്ക് നോക്കാൻ കഴിയുന്നത് ഈ കൺസോൾട്ടേഷൻ റേഞ്ചിന്റെ മുകളിലുള്ള ഒരു സസ്റ്റൈൻഡ് മൂവ് ആണ്. 23 മുകളിലുള്ള ഒരു ബ്രേക്ക് അടുത്ത മുന്നേറ്റത്തിനുള്ള സൂചനയായിട്ട് നമുക്ക് കരുതണം. ട്രേഡർമാര് ആ ഒരു 52 വീക്ക് ഹൈ ലക്ഷ്യമിട്ടേക്കാം. ഇത് ഏതൊരു ബ്രേക്ക്ഔട്ടിനും സീരിയസ് ആയ തുടർ ചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു ക്ലാസിക് വോളിയം ലൈഡ് മൊമെന്റം വാച്ചാണ്. നമ്മുടെ വാച്ച് ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് യെസ് ബാങ്കിനെ മാറ്റേണ്ടിയിരിക്കുന്നു. അടുത്തതായിട്ട് സുസ്ലോൺ ആണ്. ഇവിടെ നമ്മൾ മാർക്കറ്റിലെ ഏറ്റവും ഹോട്ട് ആയിട്ടുള്ള സെക്ടറിലേക്ക് മാറുകയാണ്. റിന്യൂവബിൾ എനർജി സ്റ്റോക്ക് സുസ്ലോൺ എനർജിയാണ്. റിന്യൂവബിൾ എനർജി ഒരു ട്രെൻഡ് മാത്രമല്ല, അത് ഇന്ത്യൻ എക്കണോമിയുടെ ഒരു വലിയ ഗവൺമെന്റ് സപ്പോർട്ടുള്ള സ്ട്രക്ചറൽ ഷിഫ്റ്റ് ആണ്. 2026 റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യങ്ങളും നെറ്റ് സീറോയോടുള്ള പ്രതിബദ്ധതയും ഉള്ളതിനാൽ ഈ സെക്ടറിലെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ വളരെ വലുതാണ്. ഒരു പ്രമുഖ വിൻഡ് ടർബൈൻ നിർമ്മാതാവ് എന്ന നിലയിൽ സുസ്ലോൺ ആ കുതിപ്പിന്റെ കേന്ദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. കമ്പനി അതിന്റെ ബാലൻസ് ഷീറ്റ് ക്ലീൻ ആക്കി വിശ്വസനീയമായിട്ടുള്ള പ്രോഫിറ്റ് ഗ്രോത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അതിവേഗം വളരുന്ന ഓർഡർ ബുക്കും അവർക്കുണ്ട്. അടുത്തിടെ Q2 ഫലങ്ങളിൽ കമ്പനി നെറ്റ് പ്രോഫിറ്റിൽ വർഷാവർഷം 538% വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. ടാറ്റ പവറിൽ നിന്നുള്ള എക്കാലത്തെയും വലിയ ഓർഡറും യനാര പോലെയുള്ള പാർട്ട്ണറുമായിട്ടുള്ള പുതിയ കരാറുകളും ഉൾപ്പെടെ വലിയ ഓർഡറുകൾ കമ്പനി നേടുന്നുണ്ട്. ഇത് നല്ലൊരു സ്റ്റോറിയുള്ള കമ്പനി മാത്രമല്ല, നമ്പേഴ്സ് അതിനെ വലിയ രീതിയിൽ പിന്തുണയ്ക്കുന്നുണ്ട്. ഒരു ട്രേഡിംഗ് കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ സുസ്ലോൺ നമ്മുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ട്. ഏകദേശം 6 കോടി ഷെയറുകളുടെ ഹെവി വോളിയത്തിൽ 3.45% നേട്ടത്തോടെ അടുത്തിടെ ഒരു മുന്നേറ്റം കാണിച്ചു. ഈ സ്റ്റോക്ക് ഒരു മൾട്ടി ബാഗർ ആയിരുന്നു. എന്നാൽ അടുത്തിടെ 52 വീക്ക് ഹൈയിൽ നിന്ന് താഴേക്ക് വരികയും പുതിയ ബയേഴ്സിന് ഒരു എൻട്രി പോയിന്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 51 റുപ്പീസിൽ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ട്. 54-ൽ റെസിസ്റ്റൻസും കാണാൻ കഴിയും. 54 മുകളിലുള്ള ഒരു മൂവ്മെന്റ് ഒരു അടുത്ത റാലിക്ക് കാരണമായേക്കും. അസാധാരണമായിട്ടുള്ള സെക്ടർ ഗ്രോത്തും സുസ്ലോണിന്റെ മികച്ച ഫണ്ടമെന്റൽസും കണക്കിലെടുക്കുമ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ ഒരു വലിയ മുന്നേറ്റത്തിന് മുന്നിലുള്ളതാണോ എന്ന് പലരും നിരീക്ഷിക്കുന്നുണ്ട്. ആ ഒരു 54 റുപ്പീസിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത് കൺഫേം ചെയ്യാൻ ഞാൻ ബൈയിങ് വോളിയത്തിലെ ആ ഒരു വർധനവിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അത് ബ്രേക്ക് ചെയ്താൽ സമീപകാല ഹൈയിലേക്കുള്ള വഴി കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. അടുത്ത സ്റ്റോക്ക് സ്ട്രെങ്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന മറ്റൊരു സെക്ടറിലേക്ക് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ്. ഫാർമസ്യൂട്ടിക്കൽസ്. കമ്പനി പിരമൽ ഫാർമ ലിമിറ്റഡ്. ഫാർമ സെക്ടർ പലപ്പോഴും ഒരു ഡിഫൻസീവ് പ്ലേ ആണ്. അതേസമയം ഇതിന് അവിശ്വസനീയമായിട്ടുള്ള ഗ്രോത്ത് പൊട്ടൻഷ്യലും ഉണ്ട്. പ്രത്യേകിച്ച് ലോകത്തിന്റെ ഫാർമസി എന്നറിയപ്പെടുന്ന ഒരു രാജ്യത്ത് ഡീസ്റ്റോക്കിന്റെയും മാർക്കറ്റ് അഡ്ജസ്റ്റ്മെന്റുകളുടെയും ഒരു കാലഘട്ടത്തിന് ശേഷം
ഒരു തിരിച്ചുവരവിന്റെ സൂചനകളുണ്ട്. പിരമൽ ഫാർമ നിരീക്ഷിക്കേണ്ട ഒരു പ്രധാന പ്ലെയർ ആയിട്ട് ഉയർന്നു വരികയാണ്. ഹൈ ഗ്രോത്ത് ഏരിയ ആയിട്ടുള്ള ഗ്ലോബൽ കോൺട്രാക്ട് ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ CDMO ഉൾപ്പെടെ ഒന്നിലധികം മേഖലകളിൽ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ എത്തിച്ച നമ്പേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഏകദേശം 50 lakh ഷെയറുകളുടെ നല്ല വോളിയത്തിൽ സ്റ്റോക്ക് 5% ശക്തമായിട്ടുള്ള മുന്നേറ്റം ഈ അടുത്ത് നടത്തുകയുണ്ടായി. ഈ വോളിയം ബാങ്കിന്റെ അത്ര ഇല്ലെങ്കിലും ഈ സ്റ്റോക്കിന് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻട്രസ്റ്റിൽ വ്യക്തമായിട്ടുള്ള വർധനവ് സൂചിപ്പിക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള പ്രൈസ് മൂവും വർദ്ധിച്ചു വരുന്ന വോളിയവും ചേർന്ന ഈ കോമ്പിനേഷൻ ഒരു സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് ആകുന്നതിന്റെ ക്ലാസിക് ടെക്നിക്കൽ സിഗ്നലുകളാണ്. നിഫ്റ്റി ഫാർമ ഇൻഡെക്സ് ഒരു തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. പിരമൽ പോലെയുള്ള സ്റ്റോക്കുകൾ ഈ മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. അടുത്ത ആഴ്ച PPL ഫാർമയ്ക്ക് ഈ ഒരു മൊമെന്റം തുടരാൻ കഴിയുമോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും നിരീക്ഷിക്കേണ്ടതുണ്ട്. സ്റ്റോക്ക് നിലവിൽ ഏകദേശം 178 രൂപ നിലയിലാണ് ട്രേഡ് ചെയ്യുന്നത്. 150 രൂപ എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടക്കാൻ കഴിഞ്ഞാൽ അത് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനപ്പുറമുള്ള ഒരു നീക്കം കൂടുതൽ മൊമെന്റം ട്രേഡർമാരെ ആകർഷിക്കുകയും സ്റ്റോക്കിനെ ഒരു പുതിയ അപ്രന്റിലേക്ക് നയിക്കുകയും ചെയ്യും. പ്രതിരോധ ശേഷിയുള്ള ഒരു സെക്ടറിലെ കമ്പനി ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന വോളിയത്തിന്റെ പിന്തുണയോടെ ടെക്നിക്കലായിട്ട് ഒരു ബ്രേക്ക്ഔട്ടിന്റെ ലക്ഷണങ്ങൾ കാണിക്കുകയാണ്. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആശയം. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. 5 സ്റ്റോക്കുകൾ ഇവയാണ്. വരുന്ന ആഴ്ചയിൽ പ്രധാനപ്പെട്ട ബുള്ളിഷ് സിഗ്നലുകൾ നൽകുന്ന സ്റ്റോക്കുകൾ: RM ട്രിപ്പ് ആൻഡ് സ്പ്രിംഗ്ലേഴ്സ്, നാഷണൽ അലുമിനിയം, യെസ് ബാങ്ക്, സുസ്ലോൺ എനർജി, PPL ഫാർമ. ഈ ഓരോ കമ്പനിക്കും അതിൻ്റെതായിട്ടുള്ള സ്റ്റോറി ഉണ്ട്. RM ട്രിപ്പിന്റെ ഒരു ഹൈ മൊമെന്റം ഹൈ വാല്യുവേഷൻ പ്ലേ, നാൽക്കോയിൽ വാല്യൂവും മൊമെന്റവും ചേർന്ന ഒരു റയർ കോമ്പിനേഷൻ, യെസ് ബാങ്കിൽ ഒരു പ്രധാന ഏർണിംഗ്സ് കാറ്റലിസ്റ്റ് വരാനിരിക്കുന്ന ഒരു ഹൈ വോളിയം ബാങ്കിംഗ് പ്ലേ, അവിശ്വസനീയമായിട്ടുള്ള പ്രോഫിറ്റ് ഗ്രോത്ത് ഉള്ള മാനുഫാക്ചറിംഗ് ഭീമനായിട്ടുള്ള സുസ്ലോൺ, PPL ഫാർമ പുതിയ ടെക്നിക്കൽ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്, ഒരു ഫാർമസ്യൂട്ടിക്കൽ ബ്രേക്ക്ഔട്ട് കാൻഡിഡേറ്റ്. ഇവയെല്ലാം റീസെന്റ് പെർഫോമൻസ്, അട്രാക്റ്റീവ് ഫണ്ടമെന്റൽ സ്റ്റോറികൾ, സ്ട്രോങ് ടെക്നിക്കൽ സെറ്റപ്പുകൾ എന്നിവയാൽ സപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പൊട്ടൻഷ്യൽ ബുൾ റണ്ണിനായിട്ട് നമുക്ക് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ് ഇവ 5. ഓർക്കുക, മാർക്കറ്റ് എപ്പോഴും വോളറ്റാലിറ്റിയിലായിരിക്കും. എപ്പോഴും ഒരു പ്ലാൻ ഉണ്ടായിരിക്കുക. നിങ്ങളുടെ റിസ്ക് മാനേജ് ചെയ്യുക. നിങ്ങളുടെ നഷ്ടപ്പെടാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. വളരെ ഡിസിപ്ലിൻഡും അതുപോലെ തന്നെ പേഷ്യന്റും ആയിരിക്കുക. നിങ്ങളുടെ അനാലിസിസ് നിങ്ങളെ തീർച്ചയായിട്ടും നല്ലൊരു ട്രേഡറാക്കി മാറ്റും. അപ്പൊ ഇനി നിങ്ങളുടെ ഊഴമാണ്. അടുത്ത ആഴ്ച നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലുള്ള മറ്റു സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ഞാൻ വിട്ടുപോയി എന്ന് നിങ്ങൾ കരുതുന്ന ഏതെങ്കിലും പേരുകൾ ഉണ്ടെങ്കിൽ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. അപ്പോൾ ഈ അനാലിസിസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ചാനലിന് ഒരു ലൈക്ക് നൽകുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. ഏറ്റവും പ്രധാനമായിട്ട് ആ നോട്ടിഫിക്കേഷൻ ബെൽ കൂടി അമർത്തി വെക്കുക. അപ്പോൾ ഈ വീക്ക്ലി ഡീപ് ഡൈവ് അനാലിസിസ് നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാവാതിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.